പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, ഇതിലെഴുതപ്പെട്ട പാലിക്കുന്നവർ അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഈശോയിൽ പ്രിയ ദൈവജനമേ, ഇന്ന് ഈ വചനം കേൾക്കുക ചെയ്താൽ, അത് വായിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് സഹായിക്കുവാൻ ദൈവം തിരുമനസ്സാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്ത്രീകളോരെ 1 രാജാക്കന്മാർ 18-ാം അധ്യായം 41-ാം തിരുവചനത്തിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. 1 രാജാക്കന്മാർ 18:41 ഇപ്രകാരമാണ് പറയുന്നത്. അനന്തരം ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ എരുമ്പുന്നു. ആഹാബിനോട് ഏലിയാ പറഞ്ഞു, നീ പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. ഏലിയാവ് ഈ മഴ കണ്ടിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ വലിയ മഴ ഇരുമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയപ്പോൾ ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. കണ്ടോ, പ്രാർത്ഥനയുടെ ഒരു വിശ്വാസിയുടെ ഇരിപ്പാണ്. അവൻ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടുകൾ മടക്കി മുഖം മുട്ടുകൾക്കിടയിൽ വെച്ച് കുനിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ഏലിയ ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുന്നൊരു ഭാഗമാണ്. എന്നിട്ട് പറയുന്നൊരു ഭാഗമാണ്, കുനിഞ്ഞു മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. അവൻ ഭൃത്യനോടാണ് പറഞ്ഞത്. ഭൃത്യനോട് പറഞ്ഞു, നീ പോയി കടലിലേക്ക് നോക്കുക. അവൻ കടലിലേക്ക് നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. ഏലിയ വളരെ വിശ്വാസത്തോടെ പറഞ്ഞു, ഭൃത്യനോട് പറഞ്ഞു, നീ പോയി കടലിലേക്ക് പോയി നോക്കാൻ പറഞ്ഞു. അവൻ കടലിൽ പോയി നോക്കി. അവൻ വളരെ വിഷമത്തോടെ വന്ന് പറഞ്ഞു, ഏലിയ, ഞാൻ അവിടെ ഒന്നും കാണുന്നില്ല. ഏലിയ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഏലിയ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ വീണ്ടും പോയി നോക്ക്, നീ വീണ്ടും പോയി നോക്ക്. കാരണം വിശ്വാസത്താൽ ഏലിയ കണ്ടത് നടക്കും 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 എന്ന് ഏലിയായ്ക്ക് വളരെയേറെ വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ 7-ാം പ്രാവശ്യം പോയി ഈ ഭൃത്യൻ നോക്കുമ്പോഴാണ് ഈ കയ്യോളം വലിപ്പമുള്ളൊരു മേഘം മേളിലേക്ക് ഉയരുന്ന കണ്ടത്. അവൻ വന്ന് പറഞ്ഞു, ഇതാ ഞാൻ കയ്യോളം വലിപ്പമുള്ളൊരു മേഘം ഉയരുന്ന കണ്ടു. മഴയായിരിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഏലിയ പറഞ്ഞു, പേടിക്കണ്ട പേടിക്കണ്ട, വലിയ മഴ ഇരുമ്പുന്നു. 7-ാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയൊരു മേഘം പൊന്തി വരുന്നു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. ഞൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റുവീശി വലിയ മഴ പെയ്തു. സ്നേഹമുള്ളവരെ, ഈ ഏലിയ അതുപോലെ വിശ്വാസത്തിൽ നിറഞ്ഞ മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഏലിയായ്ക്ക് അറിയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം അത് കേൾക്കും. വലിയ മഴ ഇരമ്പി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഞൊടിയിടയിൽ 1 സെക്കൻഡ് നേരം മതി വിശ്വാസത്താൽ ഒരത്ഭുതം നടക്കാൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഏലിയ നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു, ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷേ അവനെ വലിയ മനുഷ്യനാക്കി തീർത്തത് അവൻ്റെ ഉള്ളിലുള്ള വിശ്വാസമായിരുന്നു. അവൻ്റെ വിശ്വാസം കാരണമാണ് ഏലിയ വലിയ മനുഷ്യനായി തീർന്നത്. ആത്മാവി വലിയ മനുഷ്യനായി തീർന്നത് അവൻ്റെ വിശ്വാസം മൂലമായിരുന്നു. അതുകൊണ്ട് ഞൊടിയിടയിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു ഞൊടിയിട മതി കേട്ടോ. ഒരു മനുഷ്യനെ ദൈവം ഉയർത്താൻ ഒരു ഞൊടിയിട മതി കേട്ടോ. 1 സെക്കൻഡ് മതി അവനെ ഉയർത്താൻ. ഏലിയയുടെ വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതം ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ഒത്തിരി ഉണ്ടായിരിക്കാം. പക്ഷെ നിസ്സാര ഒരു പ്രശ്നം വരുമ്പോൾ ഈ ബലൂണിൻ്റെ അകത്ത് കാറ്റ് നിറച്ച പോലെ നിറച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ മുട്ടൂസൂചിക്ക് ഒരു കുത്തു കൊടുത്താൽ മതി, പെട്ടെന്ന് ആ വിശ്വാസം മുഴുവൻ ചോർന്നു പോകുന്ന കാണാൻ സാധിക്കും. നമ്മളൊരു അനുദിനം നമ്മുടെ വിശ്വാസം വളരണം കേട്ടോ. എൻ്റെയൊക്കെ ജീവിതത്തിലും വിശ്വാസം കുറയുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, വിശ്വാസത്തിൻ്റെ ക്ലാസ്സുകൾ എടുക്കും, വിശ്വാസത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം. അനുദിനം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കണം. അത് കേട്ട് 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 നമ്മൾ വിശ്വാസത്തിൽ നിറയുക ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് ധ്യാനമൊക്കെ കൂടിയിട്ടുള്ളവരായിരിക്കാം, ഒത്തിരി പ്രാർത്ഥിച്ചുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊക്കെ പച്ചയായ മനുഷ്യരല്ലേ, ദൈവത്തെ പോലെ അല്ലല്ലോ.
അതുകൊണ്ട് നമ്മുടെ വിശ്വാസം തളർന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് ഈ ക്ലാസ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഗബ്രായർ 11:1 പറയുന്നുണ്ട്, പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ള ബോധ്യമാണല്ലോ വിശ്വാസം. ഇതെങ്ങനെ ലഭിക്കുമെന്ന് റോമ 10:17 പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്ന്. റോമ 10:17 ശ്രദ്ധിക്കണം, വിശ്വാസം കേൾവിയിൽ നിന്ന്. കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അനുദിനം വിശ്വാസത്താൽ നിറഞ്ഞു നിൽക്കൊണ്ടിരിക്കും. എനിക്കറിയാൻ സാധിക്കും, പല വീടുകളിലും ഇന്ന് ഈ അനേകം പേരുടെ പ്രസംഗങ്ങൾ, പല വൈദികരെയും ബ്രദേഴ്സിൻ്റെ ഒക്കെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കണക്കുന്ന ഇട്ട് കേട്ടുകൊണ്ട് വന്ന് കണ്ടിട്ടുണ്ട്. പണ്ടത്തെ കഴിഞ്ഞ് വ്യത്യാസമായിട്ട് ചില മനുഷ്യനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ പോകുമ്പോഴൊക്കെ കാണുവാൻ സാധിക്കും, ഒത്തിരി പേര് യൂട്യൂബിലൂടെ അനേകം പേരുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രസംഗങ്ങൾ കേട്ട് 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 വലിയ വിശ്വാസത്തിൽ നമ്മൾ നിറയണം. മർക്കോസ് 9:19 അവിടുന്ന് ശാസിക്കുന്നൊരു ഭാഗമുണ്ട്. വിശ്വാസമുള്ള തലമുറയെ വിശ്വാസമില്ലാത്ത തലമുറയെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി റോമ 10:9 പറയുന്നുണ്ട്, ആകാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയും, ദൈവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 11:40 പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം താന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു 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 വിശ്വസിക്കുന്നു. കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം തന്നെ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. സ്നേഹമുള്ളവർ, സഭയെന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. ഇനി മർക്കോസ് 10:52 പറയുന്നുണ്ട്, വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഇനി ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് വിശ്വാസത്തിൽ വളരാൻ സാധിക്കുന്നത് ദൈവവചനം നമുക്കൊന്ന് കണ്ടെത്താം. അവിടെ പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ മേഖലയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 16:31 നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കേട്ട വചനമാണ്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ മാത്രമല്ല നിന്റെ കുടുംബവും കൂടെ രക്ഷ പ്രാപിക്കും. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അവനെ പ്രതി ആ കുടുംബത്തെ മുഴുവൻ രക്ഷപ്പെടുത്തും. ലൂക്കാ 19 നമ്മൾ കാണുന്നില്ലേ, സക്കേവൂസിനെ പോലും രക്ഷപ്പെടുത്തിയപ്പോൾ സക്കേവൂസെ നീ രക്ഷ പ്രാപിച്ചു എന്നല്ല ദൈവം പറഞ്ഞത്, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഇനി യാക്കോബിന്റെ ലേഖനം 2:17 പറയുന്നുണ്ട്, പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തതാണ്. പ്രവൃത്തി കൂടാത്ത വിശ്വാസം ചത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം. ഇത് പറയുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. കേരളത്തിൽ വലിയൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നു. അത് നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്ഥലത്ത് വെച്ച് ഒരു നാവികനായ അഭിലാഷ് ടോമി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എറണാകുളത്ത്, അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നേവിയിലായിരുന്നു. അദ്ദേഹം ഒരു പായ്ക്കപ്പലിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. അദ്ദേഹം ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നപ്പോൾ ഇതാ TV-യിൽ ഒരു അഭിമുഖം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത് മുഴുവൻ ചെയ്യാൻ സാധിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെറുപ്പത്തിലെ എൻ്റെ അമ്മ എന്നെ വിശ്വാസം പഠിപ്പിച്ചു, വിശ്വാസത്തിലൂടെ എല്ലാം നേടാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ആ TV അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും മരണം മുഖാമുഖം കണ്ടിട്ടുണ്ട്, വെള്ളമില്ലാതെ വിഷമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എനിക്ക് വിശ്വാസം പകർന്നു തന്ന വിശ്വാസം അതെൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അതിനുള്ളൊരു വിശ്വാസം 2 ഇതിലുണ്ട്. ഒന്ന് നേടിയെടുത്ത വിശ്വാസമുണ്ട്, 2 പകർന്നു കൊടുത്ത വിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസം പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ആ വിശ്വാസത്തെ മുറുകിപ്പെടുത്തുകൊണ്ട് ഒരു പുതിയ വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് വിശ്വാസത്തിന് ചില തടസ്സങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, വിശ്വാസത്തിന് പ്രധാനപ്പെട്ട തടസ്സമാണ് മർക്കോസ് 5:36 പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമ്മുടെ വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്ന വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമാണ് ഭയം. പേടിപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പോയി കേട്ടോ. ഭയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. ഒന്നാമത്തെ കാര്യം അത് ഭയമാണ്. രണ്ടാമതാണ് അസ്വസ്ഥത. അത് വിശ്വാസത്തെ ഇല്ലാതാക്കി കളയും. ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥത കൂടുമ്പോൾ വിശ്വാസം കുറഞ്ഞു എന്ന് കരുതിക്കോളൂ. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതി മേഖലയിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന സമയമാണോ എങ്കിൽ ഓർക്കുക, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു, കുറഞ്ഞു എന്ന് വിശ്വസിക്കുക. അടുത്തതാണ് യാക്കോബ് 1:6 പറയുന്നു, അവിശ്വാസിക്കൊന്നും ലഭിക്കുകയില്ല. കാരണം സംശയ മനസ്കരൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ സംശയം വലിയൊരു തടസ്സമാണ്. 3 കാര്യങ്ങൾ പറയാം. നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുന്ന 3 കാര്യമാണ് ഭയം, അസ്വസ്ഥത, സംശയം. ഇനി വിശ്വാസിയുടെ 5 മുദ്രയെക്കുറിച്ച് വചനം പറയുന്നുണ്ട്. വിശ്വാസിക്ക് വേണ്ട 5 മുദ്രകൾ ഏതൊക്കെയാണ്? മർക്കോസിന്റെ സുവിശേഷം 16:17 പറയുന്നു, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും.
സ്നേഹമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ഒരു 5 മുദ്രകൾ, 5 സൈൻ എന്തൊക്കെയാണ്? ഒന്നാമത്തെ സൈനാണ് മർക്കോസ് 16:17 പറയുന്നു, അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇതിനെക്കുറിച്ച് ലൂക്ക 9:1 പറയുന്നുണ്ട്, ലൂക്ക 10:1 പറയുന്നുണ്ട്, ലൂക്ക 10:17 പറയുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഒരു വിശ്വാസിയാണോ? പിശാചുക്കൾ നിങ്ങളെ ആക്രമിക്കുകയില്ല. പിശാചുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാവും, പക്ഷെ നിന്നെ ആക്രമിക്കുകയില്ല. ഏതെങ്കിലും തിന്മയുടെ ശക്തി വരുമ്പോൾ ഒരു വിശ്വാസിയുടെ മേത്ത് അത് സംഭവിക്കുകയില്ല. അവിശ്വാസിക്കാണ് ഇത് കൂടുതലും ഈ തിന്മയുടെ ബന്ധനത്തിലൊക്കെ പോകാൻ. അപ്പോൾ നമുക്ക് ഓർക്കുക, അവൻ പിശാചുക്കളെ, യേശുവിൻ്റെ നാമത്തിൽ അവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കണം. നീ ഒരു വിശ്വാസിയാണോ? തിന്മയുടെ മേൽ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. പിശാചുക്കളെ ബഹിഷ്കരിക്കണം. 2, പുതിയ ഭാഷകൾ സംസാരിക്കും. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു, 1 കൊരിന്തോസ് 14:2 പറയുന്നു, ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. പുതിയ ഭാഷകൾ സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ സംസാരവും ഒരു അവിശ്വാസിയുടെ സംസാരവും തമ്മിൽ രാപകൽ വ്യത്യാസമുണ്ട്. സ്നേഹം, ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷവും അറിയുന്നതിന് മുമ്പുള്ള സംസാരവും വ്യത്യാസമുണ്ട്. അവൻ വിശ്വാസത്തിൻ്റെ ഭാഷ, സ്നേഹത്തിൻ്റെ ഭാഷയൊക്കെ സംസാരിക്കും. അവൻ്റെ ഭാഷകൾക്ക് വ്യത്യാസം വരും. ഇനി അടുത്തത്, സർപ്പങ്ങളെ കയ്യിലെടുക്കും എന്ന് പറഞ്ഞാൽ, സർപ്പങ്ങളെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പിനെ എടുക്കുക എന്ന് അല്ല, ഏത് തിന്മയുടെ മേലും ആധിപത്യം സാധിക്കും. അതിനെക്കുറിച്ച് വചനം പറയുന്നു, വെളിപാട് 12:3 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ഏത് തിന്മയുടെ മേലും അധികാരവും സ്വാധീനവും ലഭിക്കും എന്നാണ് വചനം പറയുന്നത്. ഇനി 4ാമത്തെ പോയിന്റ് ഉണ്ട്, മാരകമായ എന്തു കുടിച്ചാലും അത് അവനെ ഏൽക്കുക ഇല്ല എന്ന് ലൂക്ക 10:7 പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഏത് ഭക്ഷണപാനീയം കൊടുത്താലും നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകാത്ത വിധം ദൈവം നിങ്ങളെ കാത്തുകൊള്ളും എന്നാണ് പറയുന്നത്. 5ാമത്തെ കാര്യമാണ്, അവൻ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. യാക്കോബ് 5:15 പറയുന്നുണ്ട്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. സ്നേഹിതരെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബത്തിനൊരു രോഗം വരുമ്പോൾ ഓടി ആശുപത്രിയിൽ കൊണ്ടുപോകല്ല വേണ്ടത്, പെട്ടെന്ന് കൊണ്ടുപോകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കണം. രോഗിയുടെ മേൽ നീ തലയെ കൈവച്ചെന്ന് പ്രാർത്ഥിച്ച് നോക്ക്. സ്നേഹമുള്ളവർ, വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അതുകൊണ്ട് നീ ഒരു വിശ്വാസിയാണോ? രോഗികളെ സുഖപ്പെടുത്താനുള്ള കൃപയും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. നീ അത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ 5 മുദ്രയാണ് ഒരു വിശ്വാസിക്ക് കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി ബൈബിളിലെ ഒരു വിശ്വാസിക്ക് കൊടുക്കുന്ന ഒരു സൂപ്പർ വചനമാണ് യോഹന്നാൻ 14-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നേക്കാൾ വലിയ പ്രവൃത്തിയും ചെയ്യും. ഇതുകൊണ്ടാണ് പറയുന്നു, യോഹന്നാൻ 14:12 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നേക്കാൾ ഇവയേക്കാൾ വലിയ പ്രവൃത്തിയും ചെയ്യും. ഈശോയെ സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമ്മൾ പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം. പ്രാർത്ഥനയും വിശ്വാസവും നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ സാധിക്കും. എനിക്കറിയാം, ഒത്തിരി പേരുടെ വിശ്വാസത്താൽ പടുത്തുയർത്ത ഒത്തിരി സ്ഥാപനങ്ങളെ എനിക്കറിയാൻ സാധിക്കും. ഒന്നുമില്ലായ്മയെ തുടങ്ങി സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. എനിക്ക് ശരിക്കറിയാവുന്ന ഒരുപാട് അനാഥശാലകൾ, ഓർഫണേജുകൾ, വയോജന മന്ദിരങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ, ഈ അടുത്ത ദിവസം ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ആ മനുഷ്യൻ പറയുകയായിരുന്നു, ഇവിടെ 300 പേരെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ രാവിലെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഇവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സാധനങ്ങളൊക്കെ ദൈവം കൊണ്ടുവന്നിരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ വിഷമിക്കുമ്പോൾ ഞങ്ങൾ ടീമുകളെല്ലാവരും കരങ്ങൾ കോർത്ത് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കും. എന്നിട്ട് കരങ്ങൾ കോർത്ത് പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ, ഇത് നീ തുടങ്ങി വെച്ചതാണെങ്കിൽ നീ മുന്നോട്ട് നയിക്കണമേ എന്ന് പറയും. അവർക്ക് അന്നൊന്ന് വേണ്ട ആഹാരം ദൈവം കൊണ്ട് നടക്കും. സ്നേഹിതരെ, നമ്മുടെ കുടുംബത്തിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കും. ദൈവം അത് വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തെ ചെയ്യാൻ സാധിക്കും. ഇനി വിശ്വാസത്തിൻ്റെ വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു. നിങ്ങൾ ബൈബിൾ തുറക്കണം, അതൊന്ന് വായിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 25 മുതൽ തിരുവചനങ്ങൾ വിശ്വാസത്തിൻ്റെ വലിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയാണ്. വിശ്വാസം വഴി സംഭവിച്ച വലിയൊരു അത്ഭുതത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം 5:25 പറയുന്നുണ്ട്. അവിടെ പറയുന്നു, 1-ാമത്തെ കാര്യം പറയുന്നു, 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല
12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച്. അവൾക്ക് സമാധാനത്തോടെ എവിടെയെങ്കിലും പോകാൻ സാധിക്കൂ? എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നീണ്ട 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീയുടെ കഥയാണ്. നീണ്ട 12 വർഷമാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്, അവൾ 12 വർഷമായിട്ടും ഇവക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇവൾ ഈ 12 വർഷമായിട്ടും നിരാശപ്പെട്ടില്ല. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കണം, നിരാശപ്പെട്ടില്ല. ചിലർക്ക് 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിരാശ. അവർ സംസാരത്തിൽ പറയും, ഈ രോഗം എന്നെ കൊണ്ടേ പോകുള്ളൂ, ഞാൻ മടുത്തു, മരിച്ചാൽ മതി. ഈ വചനം കേൾക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ഏതെങ്കിലും രോഗക്കടക്കയിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന സഹോദരങ്ങളാ സഹോദരി, നീ ശ്രദ്ധിക്കണം. നീ രോഗക്കടക്കയിലാണെങ്കിൽ പോലും നിന്റെ മനസ്സ് നിരാശയിലാട്ടാൽ നീ മരിച്ചു കൊട്ടോ. മരിക്കുന്നത് തുല്യ നിരാശപ്പെടാൻ അനുവദിക്കരുത്. ഞാൻ ഇങ്ങനെയായി പോയല്ലോ, നിരാശപ്പെടരുത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി സ്നേഹമുള്ളവർ. അവനൊരു ആക്സിഡന്റിൽ പെട്ട് തളർന്ന് കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ മേല, അരയ്ക്ക് താഴെ കംപ്ലീറ്റ് തകർന്നു പോയൊരു മനുഷ്യനാണ്. പക്ഷെ അവൻ്റെ മുഖത്ത് ഭയങ്കര പ്രത്യാശയും ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നമുക്കൊരു ദിവസം ഏക്കണം, നമുക്ക് ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്താണ്. പക്ഷെ അവൻ്റെ മുഖത്തെ പ്രത്യാശ മനുഷ്യന് കൊടുക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. കണ്ടോ, 12 വർഷം രക്തസ്രാവമുള്ള സ്ത്രീ നിരാശപ്പെട്ടില്ല. വചനം പറയുന്നു. അടുത്തത് ദൈവവചനം പറയുന്നു, ഇവക്ക് രോഗം കൂടിയപ്പോൾ മറ്റു പലരുടെ അടുക്കലും അവൾ പോയി എന്നാണ് വചനം പറയുന്നത്. വളരെ ഒരു രോഗം വരുമ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്ത് ചികിത്സയ്ക്ക് മനുഷ്യൻ പോകും? അവൻ മനുഷ്യനല്ലേ. അവിടെ ഇന്ന ഡോക്ടറുണ്ട്, ഇന്ന വൈദ്യനുണ്ട്, അവിടെ ഇന്ന ആളുണ്ടെന്ന് അറിഞ്ഞാൽ പോകും. വേണ്ടി വന്നാൽ ഏതെങ്കിലും കൂടോത്രത്തിന് വരെ മനുഷ്യന് പോകാൻ തയ്യാറാവും. കാരണം രോഗം ഒന്ന് ഭേദപ്പെടണ്ടേ. ദൈവവചനം പറയുന്നു, മൂന്നാമത്തെ പോയിന്റാണ്, അവൾ പല വൈദ്യന്മാരുടെയും അടുക്കൽ പോയി. എന്ത് സംഭവിച്ചു? ഒരു ഗുണമല്ല, മെച്ചമല്ല, അവൾക്ക് നഷ്ടം മാത്രമേ വന്നുള്ളൂ. കണ്ടോ, കയ്യിലിരിക്കുന്ന എല്ലാം ചെലവഴിച്ചു. കാരണം രോഗം വരുമ്പോൾ നമുക്ക് എവിടുന്നാണ് അല്പം ആശ്വാസം കിട്ടുന്നുള്ള രീതി അവൾ ഓടി നടന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. മറ്റു പലരെയും അടുക്ക പോയി, അവർക്കൊന്നും ലഭിച്ചില്ല. അടുത്ത 4-ാമത്തെ പോയിന്റാണ് ഈ ഭാഗത്തിൽ പറയുന്നത്, അവളൊരു സ്ത്രീയായിരുന്നു. ഈ സ്ത്രീയും പുരുഷന്മാരുമായിട്ടുള്ള വ്യത്യാസം എന്നാണെന്നറിയോ സ്നേഹമുള്ളവർ? വചനം കേൾക്കാനാണേലും നമുക്ക് എവിടെ ഒരു ഇടവക ധ്യാനം നടത്തിയാലും ഏത് സ്ഥലത്ത് ചെന്നാലും സ്ത്രീകളുടെ എണ്ണം കൂടുതലായിരിക്കും. പുരുഷന്മാർ പതുക്കെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് പെട്ടെന്ന് അസ്വസ്ഥമാവും, ഓടിച്ചാടിയൊക്കെ നടക്കും. പക്ഷെ സ്ത്രീകൾ അവിടെ കുത്തിയിരുന്ന് കേൾക്കും. യേശുവിൻ്റെ കൂട്ടത്തിലും കൂടുതലും സ്ത്രീകളായിരുന്നു കേട്ടോ. സ്ത്രീകളുടെ പ്രത്യേകത അതാണ്, അവർ കുറച്ചു നേരം അവിടെ ഇരിക്കും. അവർക്ക് അവിടെ ദൈവസന്നിധിയിൽ എന്തേരം നേരം ഇരിക്കുന്നതിലും മടിയില്ല. പുരുഷന്മാർക്ക് പെട്ടെന്ന് അസ്വസ്ഥപ്പെടാൻ സാധ്യതയാണ്. ഇവിടെ സ്ത്രീയായിരുന്നു പറഞ്ഞു. ഇനി അടുത്തതാണ് 5-ാമത്തെ പോയിന്റാണ്, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. നമുക്ക് യേശുവിനെ കുറിച്ച് കേൾക്കേണ്ടതെല്ലാം കേൾക്കണം. ഒരിക്കലും സഹോദരി പറയുമായിരുന്നു, അവൾക്കൊരു അസുഖമായിട്ട് അവളിങ്ങനെ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു രോഗശാന്തിയുടെ പ്രസംഗം ഒരു തവണയല്ല 40 തവണ അവൾ കേട്ടു എന്ന് പറഞ്ഞു. കേട്ട് ഇവിടെ ഹൃദയത്തിലേക്ക് വിശ്വാസം നിറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ അവൾ ചാടി എഴുന്നേറ്റു. കാരണം അവൾ ചെവിയിലൂടെ കേൾക്കുന്ന മുഴുവൻ വിശ്വാസത്തിൻ്റെ വാക്കായിരിക്കണം. അപ്പോൾ നമ്മൾ യേശുവിനെ കുറിച്ച് കേൾക്കണം. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കണം, പ്രസംഗം കേൾക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അവളൊരു പരീക്ഷണത്തിന് തയ്യാറായി. എന്താ പറഞ്ഞത്? വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും, കണ്ടോ, വസ്ത്രത്തിലല്ല വിളിമ്പിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. അത് മനസ്സിൽ പറഞ്ഞു. പലതവണ അവൾ വായു കൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മുടെ വിശ്വാസം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവൾ പറഞ്ഞു, വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ മതി. മനസ്സിൽ പറഞ്ഞു, അവളെ പലതവണ പറഞ്ഞു, ഇത് തൊടുമ്പളെ സൗഖ്യം പ്രാപിക്കും, തൊടുമ്പളെ ഞാൻ സൗഖ്യം. അവൾ മനസ്സുകൊണ്ട് സൗഖ്യം പ്രാപിച്ചു സ്നേഹമുള്ളവരെ. അതിനുശേഷം ക്ഷണത്തിൽ, 8-ാമത്തെ പോയിന്റാണ്, ക്ഷണത്തിൽ രോഗശാന്തി പെട്ടെന്ന്, അത്ഭുതം പതുക്കെ. കണ്ടോ, അത്ഭുതം പെട്ടെന്ന്, രോഗശാന്തി പതുക്കെ. അത്ഭുതം പെട്ടെന്നുണ്ടായി, ക്ഷണത്തിൽ അവക്ക് രോഗശാന്തി ഉണ്ടായി. അതുകൊണ്ട് ഓർക്കുക, ക്ഷണത്തിലാണ്. കർത്താവിൻ്റെ അത്ഭുതമൊക്കെ നീണ്ടല്ല, ക്ഷണത്തിൽ, ഒരു സെക്കൻഡ് മതി. കണ്ടോ, ഒരു ഞൊടിയുടെ നേരത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുകയാണ്. ക്ഷണത്തിൽ അവരുടെ രക്തസ്രാവം നിന്നു, പതുക്കെയല്ല, പെട്ടെന്ന് നിന്നു. ഉടനെ യേശു അതറിഞ്ഞു. സ്നേഹിതരെ, യേശു രോഗശാന്തി കൊടുത്തില്ല. രോഗശാന്തി വരമുണ്ടായിരുന്നു, യേശു അവൾക്ക് രോഗശാന്തി കൊടുത്തില്ല. പിന്നെ എങ്ങനെ അവൾ സൗഖ്യം പ്രാപിച്ചു? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശുവുള്ള രോഗശാന്തി വരത്തെ അവിടെ വിശ്വാസ വരം കൊണ്ട് യേശു പോലും അറിയാതെ യേശുവിൻ്റെ പിന്നിലൂടെ ചെന്ന് അവൾ വലിച്ചെടുത്ത് സൗഖ്യം പ്രാപിച്ചു. ഈ കാന്തമൊക്കെ ഇരുമ്പിനെ വലിച്ചെടുക്കുന്ന പോലെ യേശുവിലുള്ള രോഗശാന്തി വരത്തെ അവിടെ വിശ്വാസ വരം കൊണ്ട് അവൾ വലിച്ചെടുത്ത് അത്ഭുതം പ്രാപിച്ചു. പക്ഷേ അപ്പോളെ യേശു അത് അറിഞ്ഞു. യേശു ചുറ്റും നോക്കി, ആരാണ് എന്നെ സ്പർശിച്ചത്? സ്നേഹിതരെ, ഇന്നും ഒരു വിശ്വാസിയെ യേശു ചുറ്റും നോക്കുന്നുണ്ട്.
ഈ ലോകത്ത് നോക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടവക നോക്കുന്നുണ്ട്. അവനൊരു പക്ഷേ ക്രിസ്ത്യാനിയായിരിക്കും, പക്ഷേ വിശ്വാസിയാകണം നിർബന്ധമില്ല. എവിടെ ഒരു വിശ്വാസിയുണ്ടോ ആ വിശ്വാസിയെ ദൈവം നോക്കുന്നുണ്ട്, സ്വർഗം നോക്കുന്നുണ്ട്. അവളെ കാണാൻ ചുറ്റും നോക്കി. കാരണം ഇവിടെ ആരോ ഒരു വിശ്വാസിയുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മേലെ ക്രിസ്തുവിൻ്റെ ഒരു കണ്ണുണ്ട് കേട്ടോ. ഒരു വിശ്വാസിയുടെ മേലെ കർത്താവിൻ്റെ കണ്ണ് എപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു വിശ്വാസി എപ്പോഴും ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും നോക്കി, ആരാണ് എന്നെ തൊട്ടത്, ആരാണ് എന്നെ തൊട്ടത്. പക്ഷെ ശിഷ്യന്മാർ ഓർത്തു, ഇങ്ങനെ എല്ലാവരും ജനങ്ങള് തിങ്ങി തിരക്കി നടക്കുമ്പോൾ ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ സാധിക്കും? പക്ഷെ യേശു പറഞ്ഞു, എന്നെ ആരോ വിശ്വാസത്തോടെ തൊട്ടു, എന്നെ ആരോ വിശ്വാസത്തോടെ തൊട്ടു. പക്ഷെ അവൾ ഭയത്തോടെ പറഞ്ഞു, 11-ാമത്തെ ഭാഗം പറയുന്നു, അവൾ ഭയത്തോടെ പറഞ്ഞു, കർത്താവേ അത് ഞാനാണ്. അവൾ അവിടെ അനുഭവം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വാസപൂർവ്വം ചെയ്തൊരു കാര്യമുണ്ടെങ്കിൽ നമ്മൾ 10 പേരോട് പറയണം. ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് 10 കാര്യം പ്രാർത്ഥിക്കുമ്പം ഒരു കാര്യമേ കിട്ടിയുള്ളെങ്കിലും അത് നമ്മൾ 10 പേരോട് പറയണം, എൻ്റെ ദൈവം എനിക്ക് തന്നു, എൻ്റെ ദൈവമാണ് ഇതെല്ലാം തന്നത്, എൻ്റെ ദൈവമാണ് തന്നത്. അപ്പോൾ ദൈവം ഒരു കാര്യം കൂടെ തരും കേട്ടോ. വിശ്വാസത്തോടെ നമുക്ക് ചോദിക്കാം, നമുക്ക് പറയാം, എൻ്റെ ദൈവമേ തരണേ, ദൈവമേ ഇത് തന്നേനോർത്ത് നന്ദി പറയുന്നു. അപ്പോൾ ദൈവം വീണ്ടും വീണ്ടും നമുക്ക് തരും. അപ്പോൾ യേശു പറഞ്ഞു, ശരി നീ സൗഖ്യം പ്രാപിച്ചു എന്നല്ല കൊട്ട പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ രക്ഷ വിശ്വാസത്തിലാവട്ടോ. വിശ്വാസമാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയും പ്രശ്നമൊക്കെ വരുമ്പോൾ വിശ്വാസമാണ് എന്നെ രക്ഷിച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ നമുക്ക് വേണം. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം. വിശ്വാസത്തോടെ ചോദിക്കുന്ന എന്ത് എനിക്ക് തരും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നു. നമ്മളെയൊക്കെ പിടിച്ചു നിൽക്കുന്നൊരു വിശ്വാസമാണ്, എൻ്റെ ദൈവം എനിക്ക് തരും, എൻ്റെ ദൈവം എനിക്ക് തരും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കും. നമ്മൾ ഒരുപക്ഷെ ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തിയായിരിക്കാം, ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. എല്ലാ കാലവും ഇതുപോലെ അല്ല പോകേണ്ടത്. എൻ്റെ ദൈവം എനിക്ക് തരും. വിശ്വാസം നമ്മൾ ഇന്ന് പറയുന്നത് ചിലപ്പം അത് നീണ്ടു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് 3 കാര്യങ്ങളുണ്ട്. 1, പ്രാർത്ഥനയുടെ കാര്യം ദൈവം പെട്ടെന്ന് കേൾക്കും. 2, ഒരിക്കലും കേൾക്കുകയില്ല. 3, അതിന് കുറച്ച് സാവകാശം വരും. ഇതിലേതെങ്കിലും ആയിരിക്കും നമ്മുടെ ജീവിതം. ഇനി വിശ്വാസത്താൽ രാജ്യങ്ങൾ പിടിച്ചടക്കിയ കാര്യങ്ങൾ ഒരുപാട് തവണയുണ്ട്. വിശ്വാസത്തോടെ രാജ്യങ്ങൾ പിടിച്ചടക്കി. ഗബ്രായർ 11:33. നമുക്കറിയാം, വിശ്വാസത്താൽ അത്ഭുതം പ്രവർത്തിച്ച ഒത്തിരി പേരുടെ കഥ ബൈബിളിൽ പറയുന്നുണ്ട്. 1, വിശ്വാസത്താൽ ജോസഫ് മന്ത്രിയായി തീർന്നു. വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ മോശ ചെങ്കടൽ വിഭജിച്ചു. വിശ്വാസത്താൽ യോശുവ ജെറിക്കോ കോട്ട തകർത്തു. വിശ്വാസത്താൽ ഏലിയാവ് 3.5 വർഷം മഴ പെയ്യിച്ചില്ല. വിശ്വാസത്താൽ വിധവയുടെ എണ്ണ തീർന്നില്ല. വിശ്വാസത്താൽ ദാവീദ് ഗോലിയാത്തിനെ കൊന്നു. വിശ്വാസത്താൽ 3 യുവാക്കൾ തീയിലൂടെ നടന്നു. വിശ്വാസത്താൽ ദാനിയേൽ സിംഹങ്ങളുടെ മധ്യേ ഉറങ്ങി. വിശ്വാസത്താൽ മറിയം രക്ഷകനെ ഉദരത്തിൽ സ്വീകരിച്ചു. വിശ്വാസത്താൽ ബർത്തിമൂസിന്റെ കണ്ണ് തുറന്നു. എൻ്റെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കണേ. വിശ്വാസത്താൽ നിന്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? വിശ്വാസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? പുറകോട്ട് നോക്കുക. എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്താൽ സംഭവിച്ച കാര്യങ്ങൾ, ദൈവമേ വിശ്വാസത്താൽ ഇന്നെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു. നിങ്ങളിത് 10 പേരോട് പറയണം കേട്ടോ. എൻ്റെ ദൈവം എൻ്റെ വിശ്വാസം കണ്ട് എനിക്ക് തന്ന കാര്യങ്ങൾ. അപ്പോൾ അവർക്കും വിശ്വാസം വർദ്ധിക്കും. വിശ്വാസത്തെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പറയണം. ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദര, ഇപ്പോൾ വിശ്വാസത്താൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം, ഒരു മാറ്റം സംഭവിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു കുഞ്ഞിനെ പോലും നീ നഷ്ടപ്പെടുത്താതെ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കാൻ സ്വർഗം ഇവരിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവരുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. ഇവർ വിശ്വാസത്താൽ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുമേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരുടെയും സംരക്ഷണം ഞാൻ തേടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.